ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം SSC. യെസ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ CGL എക്സാംസ് ഒക്കെ അപ്രോച്ചിങ് ആണ്. ഓഗസ്റ്റ് 13 മുതൽ 30 വരെ 2025 CGL എക്സാംസ് നടക്കാൻ പോവുകയാണ് പല ഷിഫ്റ്റുകളിലായിട്ട് അല്ലേ. അപ്പം അതിൻ്റെ അകത്ത് പലരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, പകുതി വഴി എത്തിയിട്ടുണ്ടാവും, അവസാന ഘട്ടത്തിൽ ഒന്നുകൂടെ ഒന്ന് റിവിഷൻ വേണ്ട ആൾക്കാരും പല രീതിയിലൊക്കെ ആയിരിക്കും, പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാവും, ഇനിയും പഠിച്ച് തുടങ്ങാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇനിയുള്ള 50 ദിവസമാണ് ഇനി ഹാർഡ്ലി നമുക്കുള്ളത്. കഷ്ടിച്ച് 50 ദിവസമാണ് നമുക്ക് എക്സാമിനുള്ളത്. ആ 50 ദിവസം കൊണ്ട് എങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങൾ Tier 1 കട്ട് ഓഫ് കടക്കുന്ന രീതിയിൽ എങ്ങനെ മാർക്സ് ഇംഗ്ലീഷിൽ നിന്ന് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം 25 ചോദ്യങ്ങളും 50 മാർക്കുമാണ്. അതായത് അങ്ങനെ 25 ക്വസ്റ്റ്യൻ്റെ 4 ടോപ്പിക്സ് ആണ് നമുക്കുള്ളത് അല്ലേ. ഒന്ന് GK ആണ്, മറ്റൊന്ന് റീസണിങ് ആണ്, മറ്റൊന്ന് മാത്സ് ആണ്, പിന്നെ ഉള്ളത് നമ്മുടെ ഇംഗ്ലീഷ് അല്ലേ. നമ്മുടെ ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 25 അതായത് 25x2 എന്ന് പറയുന്ന രീതിയിൽ 50 മാർക്സും നേടാൻ ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് അത്യാവശ്യം പ്രിപ്പയർഡ് ആണെങ്കിൽ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എങ്ങനെയൊക്കെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഫുള്ള് കണ്ട ശേഷം എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 50 ദിവസമാണ് ഇനി മുന്നിലുള്ളത്. സോ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, എ ഡ്രീം ഡസൻ കം റിയാലിറ്റി അല്ലേ, ഡസൻ ബിക്കം റിയാലിറ്റി ത്രൂ മാജിക് എന്നുള്ളതാണ്. ഒരു മാജിക് എന്നുള്ള രീതിയിൽ ഡ്രീം റിയാലിറ്റിയായി മാറില്ല അല്ലേ. ആൻഡ് അതിനെന്താ വേണ്ടത്? ഇറ്റ് ടേക്ക് സ്വെറ്റ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ പെർസിവറൻസ് എന്ന് പറയുന്ന കാര്യം കൂടിയാണ് വേണ്ടത്. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. വെറുതെ നമ്മൾ പാസീവായിട്ടല്ല, ആക്റ്റീവായിട്ട് തന്നെ, സീരിയസ് ആയിട്ട് തന്നെ കണ്ടാൽ മാത്രം. കാരണം എപ്പോഴും ഒരു ജോലി എന്നുള്ളത് നിങ്ങൾക്കറിയാം, CGL എക്സാംസ് ത്രൂ ഓഫീസർ പോസ്റ്റിലേക്കാണ് നമുക്ക് എത്താൻ പറ്റുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, വേരിയസ് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് ഓഫീസർ പോസ്റ്റിലേക്കാണ് കയറാൻ പറ്റുന്നത്. അപ്പം നമ്മൾ കുറച്ച് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടേണ്ടത് ആവശ്യമാണ്. ആൻഡ് അതിനകത്ത് നിങ്ങളുടെ സ്വെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ ഒക്കെ, ആ ഹാർഡ് വർക്ക് എന്നൊക്കെ ഉള്ളത് എന്താണ്, മാറ്റേഴ്സ് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ, ദീസ് ഓൾ തിങ്സ് മാറ്റർ ദ മോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക് വൈസ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഇങ്ങനെയാണ്. അതായത് ഗ്രാമർ അല്ലേ, ഗ്രാമർ എന്നുള്ള ഒരു ടോപ്പിക്ക്, പിന്നെ വൊക്കാബ് എന്നുള്ള ടോപ്പിക്കും, പിന്നെ ഒന്ന് കോംപ്രിഹെൻഷൻ എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക ഇംഗ്ലീഷിനെ അല്ലേ. ഗ്രാമർ, വൊക്കാബ്, കോംപ്രിഹെൻഷൻ എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്യുക മേജറായിട്ട്. അതിൻ്റെ അകത്ത് Tier 1 നോക്കാം. നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചത് ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് Tier 1 എക്സാംസിൽ എത്രത്തോളം ചോദിച്ചിട്ടുണ്ട് ഓരോരോ ടോപ്പിക്കിൽ നിന്ന് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ക്ലോസ് ടെസ്റ്റിൽ നിന്നാണെങ്കിൽ 2022, 2023, 2024 ഒരേപോലെ തന്നെ 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ലാസ്റ്റ് ടൈം 1 to 2 ആണ്. ഓക്കെ, അതിന് മുന്നേ ആണെങ്കിൽ 2 ചോദ്യം ഫിക്സ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2023 Tier 1 CGL കേട്ടോ. ഇനി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണെങ്കിലോ അവിടെ നമുക്ക് 2 ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേയും 1 to 2, പിന്നെയും 2. അതിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സിനണിംസിലാണെങ്കിലും 2 എന്നുള്ളതിൽ നിന്ന് 2 to 3 വരെ ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ. അപ്പോൾ സിനണിംസിനും വൊക്കാബുലറിക്ക് നല്ല ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ആന്റണിംസ് അല്ലേ, 2 to 3 ആണ് വീണ്ടും ആയിരിക്കുന്നത്. ചില ഷിഫ്റ്റിൽ 3 വരെ ചോദിച്ചിട്ടുണ്ട്, ചില ഷിഫ്റ്റിൽ 2. സ്പെല്ലിംഗ് എറേഴ്സ് ആണെങ്കിൽ 2 തന്നെയാണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിലും അല്ലേ, സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഫില്ല് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് 2 to 3 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന അടുത്ത ടോപ്പിക്കിലും 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് 2024 ചോദിച്ചിരിക്കുന്നത്. ദിസ് ഇയർ ഓൾസോ യു ഹാവ് ടു എക്സ്പെക്ട് ഈ നമ്പേഴ്സ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇറർ ഡിറ്റക്ഷനിലേക്ക് വരികയാണെങ്കിൽ 1 to 2, ആക്റ്റീവ് പാസീവും 1 to 2 തന്നെയാണ്. 1 word സബ്സ്റ്റിറ്റ്യൂഷൻ അഗെയിൻ 1 to 2 ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിലൊന്നും കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ അടുത്തതിൽ നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റിലൊക്കെ കഴിഞ്ഞ 2 തവണയായിട്ട് Tier 1 എക്സാംസിൽ ചോദിച്ചിട്ടില്ല എന്ത്, ആ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളടുത്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ Tier 1 നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ Tier 2 അത് ഉള്ളത് കൊണ്ട് ബേസിൻ്റെ കൂടെ നമ്മളത് അതായത് നമ്മൾ Tier 1 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ Tier 2 വേണ്ട ഫൗണ്ടേഷൻ കൂടി ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്.
അപ്പം ഞാനത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം Tier 2 പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, Tier 1 എഴുതുന്ന ഒരാൾ Tier 2 മനസ്സിൽ കാണുന്നത് കൊണ്ട് തന്നെ അതും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്ലാനിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാരാജമ്പിൾസ് ആണെങ്കിലോ, പാരാജമ്പിൾസ് 1 to 2 തന്നെയാണ് എല്ലാ തവണയും ചോദിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ 3 വർഷമായിട്ട് 1 to 2 തന്നെയാണ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സെറ്റല്ലേ? അത് സെറ്റാണെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ 50 ദിവസത്തെ പ്ലാൻ എന്താണ് എന്നുള്ളതായിരിക്കും എല്ലാവരും നോക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കണം നിങ്ങളുടെ വീക്ക് ഏരിയ കേട്ടോ. ഇപ്പം ഇംഗ്ലീഷ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിൽ സമയം കൊടുക്കുന്നത് കുറച്ച് കൊടുത്താൽ മതി. മാത്സ് ആണ് വീക്കെങ്കിൽ കുറച്ചുകൂടെ മാത്സിൽ എഫർട്ട് ഇടുകയും വേണം. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ കറക്കി കുത്തലല്ല, നമുക്ക് ബേസ് സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ന് പറയുന്നതും വൊക്കാബ് എന്ന് പറയുന്നതൊക്കെ ഒന്ന് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ക്ലൂസ് ടെസ്റ്റ് അതല്ലെങ്കിൽ പാരാജമ്പിൾസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രാമർ വൊക്കാബുലറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ എടുത്ത് നമ്മളോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് എന്ത്, ക്ലോസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബേസ് സ്ട്രോങ് ആണോ എന്നുള്ളത് ആദ്യം നോക്കണം. സ്ട്രോങ് അല്ലെങ്കിൽ അല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കുറച്ചൊന്ന് അവിടെ എവിടെയാണോ നമ്മളെ വീക്ക് ഏരിയ അത് കണ്ടെത്തിയിട്ട് നമ്മളൊന്ന് കൂടുതൽ എഫർട്ടൊക്കെ ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ Tier 1 and Tier 2, Tier 1 ക്രാക്കിങ്ങും Tier 2 ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലുമാണ് നമ്മുടെ ഗോൾ ഇപ്പോൾ വരുന്നത്. ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്യൂറേഷൻ 50 days ആണ്. നമുക്ക് ഓൾറെഡി അറിയാം 50 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഡെയിലി എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത്രയും കാലം നിങ്ങൾ ചിലപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പിള്ളേരാണെങ്കിൽ 5 മണിക്കൂർ, വീട്ടിൽ വന്ന് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഷ്ടിച്ച് പഠിച്ചാലായി എന്നൊക്കെയുള്ള രീതിയിൽ മാക്സിമം 7 to 8 ഒക്കെ ആയിരിക്കും. പക്ഷേ ഇനി അത് പോരാ. നമ്മൾ എന്തായാലും 8 to 10 hours മിനിമം ഒരു ദിവസം പഠിച്ചിരിക്കണം. ഇത്രയും കാലം പഠിച്ചത് പോരാ. കാരണം ഇറ്റ്സ് ഹൈ ടൈം. നമ്മുടെ എക്സാമൊക്കെ ഞാൻ പറഞ്ഞു അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഷ്ടിച്ച് 50 ദിവസമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടേണ്ട സമയമാണത്. യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ 8 to 10 മണിക്കൂർ മിനിമം ഒന്ന് കണക്കാക്കണം നിങ്ങൾ. അത് കൂടിയാൽ കുഴപ്പമില്ല. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരെ സംബന്ധിച്ച് മാക്സിമം 8 to 10 ആയിരിക്കും ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇനിയുള്ള 2 മാസം നിങ്ങൾ CGL പ്രിപ്പയർ ചെയ്യുന്നത് സീരിയസ് ആയിട്ടാണ് എങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ ജോലിക്ക് പോകുന്നതൊക്കെ 1-2 മാസത്തേക്ക് ഒന്ന് ചവിട്ടേണ്ടി വരും. അതായത് ഒന്ന് കുറയ്ക്കേണ്ടി വരും. എന്നിട്ട് കംപ്ലീറ്റ്ലി ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുക. കാരണം നമ്മൾ അതായത് പാരലലി വേറെ എന്തിൻ്റെയും കൂടെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയല്ല CGL എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം ഇതൊരു മിനി സിവിൽ സർവീസ് എക്സാം ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് ടൈം എഫേർട്ടൊക്കെ ഇടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് 1-2 മാസത്തേക്ക് ഒന്ന് സ്റ്റോപ്പാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പോസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ 8 to 10 മിനിമം നിങ്ങൾ ഡെയിലി ടൈം പഠിക്കുന്നതായിട്ട് കണക്കാക്കണം. 10 to 12 ആയാലും കുഴപ്പമില്ല. കൃത്യമായിട്ടുള്ള ഉറക്കം വേണം. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി നമ്മൾ 50 ദിവസത്തിനിടയ്ക്ക് എവിടേക്കാണ് റിവിഷൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാ 10 ദിവസം കൂടുമ്പോഴും നമ്മൾ റിവിഷൻ അടിക്കണം. ഓരോ 10 ദിവസത്തിൻ്റെ ഓരോ 10 ദിവസം എന്നുള്ളതാണ് ഞാനൊരു ഷെഡ്യൂളായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായോ? ഓരോ 10 ആയിട്ടാണ് ഞാൻ 50നെ 5 10ൻ്റെ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ 10 ദിവസം കഴിഞ്ഞിട്ടുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് കംപ്ലീറ്റ് റിവിഷൻ അടിക്കേണ്ടത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കേട്ടോ. നോക്കാം. അപ്പോൾ Day 1 നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നോക്കാം. Day 1. അപ്പം നിങ്ങൾ ഇനിയും ഒട്ടും ബേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് കൂടെ ഇത് ഉപകാരപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ അയാൾക്കാണ് ഇത് കൂടുതൽ എല്ലാം അറിയുന്നവൻ എല്ലാ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ഒരു ഇൻ്റർമീഡിയറ്റ് അതല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് അയാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ക്ലോസ് ടെസ്റ്റ് അല്ലെങ്കിൽ പാരാജമ്പിൾ എന്നൊക്കെ പറയുന്ന പാരാജമ്പിൾസിലൊക്കെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ടൈം. വൊക്കാബുലറി അഡീഷണലി പഠിച്ചെടുക്കുന്നതിലൊക്കെയാണ് അയാൾ ടൈം കണ്ടെത്തേണ്ടത്. ഇത് നമുക്ക് അതായത് ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ലെവൽ അയാൾക്ക് അങ്ങനെയുള്ള ഒരാളെ മനസ്സിൽ കണ്ടിട്ട് ഉണ്ടാക്കിയൊരു പ്ലാനാണ്. ആൻഡ് അഡ്വാൻസ് ലെവൽ ഞാൻ ഒന്നുകൂടെ പറയാം അവസാനം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ അവസാനത്തേക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ Day 1 നമ്മൾ Day 1 to 10 ആണ് ആദ്യത്തെ പ്ലാൻ വരുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് കവർ ചെയ്യുക. 1.5 മണിക്കൂർ പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് പാർട്സ് ഓഫ് സ്പീച്ചിൽ നമുക്കറിയാം നൗണ്, ആഡ്ജക്റ്റീവ്, പ്രോനൗണ്, അതുപോലെ തന്നെ പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഈ ടോപ്പിക്കുകളെല്ലാം വരുന്നതാണ്. വേർബ്, ആഡ്വേർബ്, പിന്നെ ആർട്ടിക്കിൾ എന്നുള്ള ടോപ്പിക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ ടോപ്പിക്സ് എല്ലാം നമ്മൾ ആദ്യത്തെ 10 ദിവസം കൊണ്ട് കവർ ചെയ്യണം. അതായത് അതിൻ്റെ അകത്ത് ആദ്യത്തെ ഈ 4 നിങ്ങൾ ആദ്യത്തെ
10 ദിവസം ഈ 4 ടോപ്പിക്ക് കവർ ചെയ്താൽ മതി. നെക്സ്റ്റ് 10 ദിവസത്തിനിടയ്ക്കാണ് അടുത്ത പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ടോപ്പിക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് കേട്ടോ. ഓക്കെ, അപ്പം നൗൺസ്, ആഡ്ജക്റ്റീവ്സ്, പ്രൊനൗൺസ്, പ്രെപ്പോസിഷൻസ് ഈ ടോപ്പിക്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഡേ 1 മുതൽ 10 വരെ കവർ ചെയ്യേണ്ടത്. ഓക്കെ, 1.5 ഡെയിലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഓരോന്നായിട്ട് പഠിക്കുക. ഈ 4 ടോപ്പിക്കിൽ നിന്ന് ഓരോന്നായിട്ട് 1.5 മണിക്കൂർ വെച്ച് ഡെയിലി പഠിക്കുക. അപ്പോൾ നൗൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് തീരൂല, 3 മണിക്കൂറുകൊണ്ടായിരിക്കും തീരുക. അപ്പോൾ ഡേ 1 നൗണ് 1.5 മണിക്കൂർ പഠിക്കുന്നു. ഡേ 2 അടുത്ത ആദ്യത്തെ 1.5 മണിക്കൂർ നൗണ്, രണ്ടാമത്തെ ബാക്കി ഭാഗം പഠിക്കുന്നു. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി വൊക്കാബുലറി ആണെങ്കിലോ വൊക്കാബുലറി 1 hour ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ തന്നെ ആദ്യത്തെ 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് 100 സിനോണിംസ് ഡെയിലി പഠിക്കുന്ന രീതിയിൽ സെറ്റാക്കണം. 100 സിനോണിംസ് ഡെയിലി. അപ്പോൾ വൊക്കാബുലറി പഠിക്കാനൊക്കെ പല രീതികളുണ്ട്. അപ്പോൾ ഏറ്റവും എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ബ്ലാക്ക് ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതും. ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്ന ബുക്ക് വൊക്കാബുലറിക്ക് വേണ്ടി SSCയുടെ ബുക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു ബുക്കാണ്. അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് വെച്ചിട്ടും സെറ്റ് ചെയ്ത് പഠിക്കാം. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, 100 വേർഡുകൾ എന്നുള്ളത് ഡെയിലി ടാർഗറ്റ് ആയിട്ട് അവിടെ വെക്കണം. ഓക്കെ, ഡെയിലി 100 വേർഡ് പഠിച്ചിട്ട് സിനോണിംസ് പഠിച്ചിട്ടേ ഞാൻ ബുക്ക് മടക്കുള്ളൂ വൊക്കാബുലറിയുടേത് എന്ന് വേണം മനസ്സിൽ ഉറപ്പിക്കാനായിട്ട്. ഇനി ആ സിനോണിംസ് പഠിച്ചതിന് ശേഷം ചാപ്റ്റർ വൈസ് സിനോണിംസിൻ്റെ തന്നെ ചാപ്റ്റർ വൈസ് മോക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ആപ്പുകൾ യൂസ് ചെയ്ത് ഏത് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കുറേ ആപ്പുകളുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകളും അതല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും യൂസ് ചെയ്യാം. സിനോണിംസ് ഒന്ന് റിവിഷൻ പോലെ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അളക്കുന്ന രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 100 ഡെയിലി 100 ആദ്യത്തെ 10 ദിവസത്തിൽ ഡെയിലി 100 അങ്ങനെ 10 ദിവസം കഴിയുമ്പോൾ 1000 വേർഡുകളാവും. ആ 100 ദിവസം കുറച്ചായിട്ട് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. 1000 വേർഡ് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പം 100 വേർഡ് എന്നുള്ള രീതിയിൽ 10 ദിവസം ആക്കിയിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ആൻഡ് അതിൻ്റെ കൂടെ വേണ്ട കാര്യമാണ് ഡെയിലി റീഡിങ് 30 മിനിറ്റ്സിന് കേട്ടോ. ഡെയിലി റീഡിങ് ആവശ്യമാണ്. വായന ഇല്ലാണ്ടൊന്നും നടക്കില്ല. കാരണം വായന ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാരാജമ്പിൾസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലോസ് ടെസ്റ്റും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം കിട്ടുമായിരിക്കും, പക്ഷേ വായന ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടോപ്പിക്സ് കിട്ടുള്ളൂ. ക്ലോസ് ടെസ്റ്റ് ആണെങ്കിൽ 25ൽ 5 ചോദ്യങ്ങൾ ക്ലോസ് ടെസ്റ്റ് ആണ്. 21, 22, 23, 24, 25 എന്ന് പറഞ്ഞാൽ അവസാനത്തെ 5 ചോദ്യങ്ങൾ എന്തായിരിക്കും, ക്ലോസ് ടെസ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് വായന ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന സാധനമാണ്. പാരാജമ്പിൾ ആണെങ്കിൽ 1 to 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ 7 ചോദ്യങ്ങൾ 14 മാർക്ക് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനിൽ നിന്നാണെന്ന് നമുക്ക് പറയാം Tier 1. ഓക്കെ, അപ്പോൾ വായന മസ്റ്റാണ്. ഇനി വായിക്കുന്നവരെ സംബന്ധിച്ച് എറർ ഡിറ്റക്ഷനും അല്ലെങ്കിൽ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റും വളരെ എളുപ്പമായിരിക്കും. കാരണം അയാൾക്ക് വായിക്കുന്ന സമയത്ത് അവിടെ തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും, അനായാസം കഴിയും. സോ വായന പാരലലി കൊണ്ടുപോകണം. വായിക്കുന്നത് എന്ത് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ ടു അഡ്വാൻസ് ആണെങ്കിൽ ഹിന്ദു പത്രം വായിക്കുന്നതാണെങ്കിലും കണ്ടിന്യൂ ചെയ്താൽ മതി, എസ്പെഷ്യലി എഡിറ്റോറിയൽ പേജസ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ബുക്കുകൾ വായിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കോമിക് ബുക്സോ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസിൻ്റെ കമ്പൈലേഷൻ പോലെയുള്ള ഒരു ബുക്കോ ഡെയിലി വായിക്കണം. ഡെയിലി ഒരു സ്റ്റോറി വീതം വായിക്കണം. അതിലെ 5 വേർഡുകൾ 5 സിനോണിംസ് എന്നുള്ള രീതിയിൽ 5 വേർഡുകളും അതിൻ്റെ 5 സിനോണിംസും നിങ്ങൾ ആ വായനയുടെ കൂടെ തന്നെ നടത്തണം. 5 വേർഡുകൾ എഴുതി വെക്കുന്നു, അതിൻ്റെ 5 ഓരോന്നിൻ്റെ 5 സിനോണിംസ് എഴുതി വെക്കുന്നു. അപ്പോൾ ടോട്ടൽ 25 വേർഡുകൾ നമുക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റും. അങ്ങനെയും ആൻഡ് ആ വേർഡുകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്താണോ വായിച്ച കഥ അതൊന്നുകൂടെ വായിക്കണം. അപ്പം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോംപ്രിഹെൻഷൻ ബെറ്റർ ആവുന്നുണ്ട്. അപ്പോൾ അതൊരു റുട്ടീൻ പ്രോസസ്സായിട്ട് കൊണ്ടുപോയാലേ കാര്യമുള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ 10 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പാർട്സ് ഓഫ് സ്പീച്ചിന് 1.5 hour, വൊക്കാബുലറിക്ക് 1 hour, പിന്നെ ഡെയിലി റീഡിങ്ങിന് 30 മിനിറ്റ്സ്. ടോട്ടൽ 3 hour നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി ഡേ 11 to 20 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇനിയും ഭാഗങ്ങളുണ്ട്. അതേതൊക്കെയാ? കൺജങ്ഷൻ, ആർട്ടിക്കിൾ, ആഡ്വേർബ് ആൻഡ് വേർബ്. ഇത്രയും ടോപ്പിക്സ് ആണ് അവിടെ ഉള്ളത് അല്ലേ. ആ ടോപ്പിക്സ് ആണ് ബാക്കി ഉണ്ടായിരുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ. ഓക്കെ, അത് നിങ്ങൾ കവർ ചെയ്യുന്നു അടുത്ത 10 ദിവസം കൊണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺജങ്ഷൻ 2 ദിവസം കൊണ്ടായിരിക്കും ചിലപ്പോൾ തീരുക, 1.5 2 ദിവസം കൊണ്ടായിരിക്കും തീരുക. അങ്ങനെ തീർത്താലും മതി കേട്ടോ. ഈ ഡേ 11 to 15 വൊക്കാബുലറിയിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ വൊക്കാബുലറി പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഡേ 11 to 15 നിങ്ങൾ ചെയ്യേണ്ടത് 100 1 word സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാം. 100 ഡെയിലി ആണ്, അത് ഡെയിലി ടാർഗറ്റ് ആണ്. ഓക്കെ, ഡെയിലി എന്ന് ഞാനിവിടെ എഴുതുന്നുണ്ട്, ഡെയിലി. ഓക്കെ, ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ടോട്ടൽ 100 പഠിച്ചാൽ പോരാ. ഒരു ദിവസം 20 1 word സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് 20 സുഖമായിട്ട് പഠിക്കാൻ പറ്റും. 1 word സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ 100 1 word സബ്സ്റ്റിറ്റ്യൂഷൻ ഡെയിലി, അതായത് 500 വരും. 11 to 15 ഡേ എന്ന് പറയുമ്പോൾ 5 ദിവസമാണ്. 5 × 100 500 വേർഡുകൾ നിങ്ങൾ പഠിക്കും.
ഇനിയോ 16 to 20 100 ഇഡിയംസ് നിങ്ങൾ പഠിക്കണം. എത്ര? 16 to 20 ഡേയ്സിൽ 500 ഇഡിയംസും നിങ്ങൾ പഠിക്കും. ഡെയിലി 100 എന്നുള്ള കണക്കിൽ മിക്സ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ടോപ്പിക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അയ്യോ ഞാൻ ഈ ടോപ്പിക്കിൽ തന്നെ ആയിപ്പോയല്ലോ എന്ന് തോന്നാനുള്ള ചാൻസും, പിന്നെ അതുമല്ല മോണോട്ടണസ് ആയിട്ട് തോന്നാനും ചാൻസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സാധനം വായിക്കുന്ന പോലെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മിക്സ് ആക്കി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൺഫ്യൂഷൻ ആയി പോകാത്ത സാധനങ്ങൾ മാത്രം തമ്മിലാണ് ഞാനിവിടെ കോർത്ത് വെച്ചിരിക്കുന്നത്. സിനണിമും ആന്റണിമും കൂടി ഒരിക്കലും ഞാൻ ഒരുമിച്ച് പഠിക്കാൻ പറയില്ല. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുകയുമില്ല. അങ്ങനെ ഒരു പ്ലാൻ പറയില്ല. കാരണം അത് രണ്ടും കൂടി പഠിച്ചാൽ കൺഫ്യൂഷൻ ആയി പോകും എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇതൊന്നും കൺഫ്യൂഷൻ ആയി പോകില്ല. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഇഡിയംസും കൂടി ഒരുമിച്ച് പഠിച്ചാൽ ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ഇനി അതിൻ്റെ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എത്രത്തോളം നിങ്ങളുടെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് അസസ് ചെയ്യാനും പറ്റും. നിങ്ങൾ എപ്പോഴും ചാപ്റ്റർ വൈസ് ടെസ്റ്റ് എടുക്കുന്ന സമയത്തും എന്ത് ടെസ്റ്റ് എടുക്കുന്ന സമയത്തും അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നുള്ളത് ശരിയുത്തരങ്ങളുടെയും നോക്കണം, തെറ്റുത്തരങ്ങളുടെയും നോക്കണം. അതിൻ്റെ ഒരു പഠനവും നടത്തണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അഡീഷണൽ ഡീറ്റെയിൽസ്, അഡീഷണൽ ഇൻഫർമേഷൻ. ഇപ്പോൾ വൊക്കാബുലറി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റിച്ച ഒരു വേർഡിൻ്റെ ബാക്കി 3 ഓപ്ഷൻസിൻ്റെ, അതായത് ശരിയുത്തരം എന്നുള്ളതിൻ്റെയും ബാക്കി 3 ഓപ്ഷൻ്റെ അർത്ഥം എന്തെന്നുള്ളതുകൂടെ കണ്ടുപിടിച്ചാൽ വളരെ നല്ലതായിരിക്കും, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത് കേട്ടോ. അപ്പോൾ ഡെയിലി റീഡിങ് അവിടെയും കണ്ടിന്യൂ ചെയ്യണം. വൊക്കാബുലറി എഴുതിയെടുക്കുന്നതും കണ്ടിന്യൂ ചെയ്യണം. മസ്റ്റാണ് വായന എന്നുള്ളത്. അപ്പോൾ CGL പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് നമുക്ക് PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കേണ്ടത്. കാരണം എക്സാം പാറ്റേൺ ഒക്കെ മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊക്കെയാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെന്ന് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ആ പാറ്റേണിൽ ഇനിയും എങ്ങനെയാണ് ചോദിക്കുക എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ Xylem SSC ഒരു ഓൺലൈൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. PYQ ക്രാഷ് കോഴ്സാണ്. അത് 45 ദിവസത്തെ ഒരു കോഴ്സായിരിക്കും. 999 ആണ് അതിൻ്റെ ഫീ വരുന്നത്, റിഡക്ഷനോട് കൂടി. അപ്പോൾ എന്തായാലും ഈ ഒരു ബാച്ചും കൂടി നിങ്ങൾ ഉപയോഗപ്രദമാക്കുക. അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് PYQs ഡിസ്കസ് ചെയ്ത് നമുക്ക് മുന്നേറാൻ പറ്റും അതിലൂടെ. ഓക്കെ, ഈ ഡേ 21 to 30 പറയുകയാണെങ്കിൽ ടെൻസ്, കൺകോഡ്, കണ്ടീഷണൽ സെൻറ്റൻസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇത്രയും ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത്. ഓക്കെ, അതായത് ഗ്രാമറിലെ ബാക്കി ടോപ്പിക്കുകൾ ടെൻസ് ഉണ്ട്, കൺകോഡ് അല്ലെങ്കിൽ കോൺകോഡ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് വിളിക്കുന്ന ടോപ്പിക് ഉണ്ട്, കണ്ടീഷണൽ സെൻറ്റൻസുകൾ, പിന്നെ നമുക്ക് അത്രയും ചോദ്യങ്ങൾ വരുന്ന ഏരിയാസാണ് കൺകോഡ്, കണ്ടീഷണൽ സെൻറ്റൻസ് എന്നൊക്കെ ഉള്ളത്. ക്വസ്റ്റ്യൻ ടാക്സിൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നതുമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മാത്രം മതി അത് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. കാരണം അവിടുന്ന് ചോദ്യങ്ങൾ ഈ റീസെൻ്റ് CGL എക്സാംസിൽ കണ്ട ചോദ്യങ്ങൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായതുകൊണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടേക്കുക, പഠിച്ചിട്ടേക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ചാപ്റ്റർ വൈസ് ടെസ്റ്റ്, എറർ സ്പോട്ടിംഗ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചും ഗ്രാമറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? അതായത് ടെൻസ്, കൺകോഡ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകളും പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എറർ സ്പോട്ടിംഗ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യ ഡേ പോയിട്ട് ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത്രയും ടോപ്പിക്ക് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 2 ടോപ്പിക്കിൽ നിന്നുള്ള നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എറർ സ്പോട്ടിംഗ് അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്. ഇത് രണ്ടും ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് അവിടെ എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി അടുത്തത് വൊക്കാബുലറിക്ക് എഗെയിൻ 1 hour തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഡെയിലി 100 ആന്റണിംസ്, 100 സ്പെല്ലിങ്സ് കേട്ടോ. ഡെയിലി 100 ആന്റണിംസ്, 100 സ്പെല്ലിങ്സ് വെച്ചിട്ട് കവർ ചെയ്യുക. ഓക്കെ, സ്പെല്ലിങ് പഠിക്കൽ ഇത്രയും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എഗെയിൻ ഓക്കെ, 100 ആന്റണിംസ് വെച്ചിട്ടും പഠിക്കുക ഡെയിലി എന്നുള്ളതാണ് ടാർഗറ്റ് കേട്ടോ. ഡെയിലി ആന്റണിംസ് ചെക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ സിനണിംസ് ആദ്യമായിരുന്നു നമ്മൾ നോക്കിയത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായതുകൊണ്ട് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ഇനി റൂട്ട് വേർഡുകൾ, പ്രധാനപ്പെട്ട റൂട്ട് വേർഡുകൾ ഉണ്ട് ഇംഗ്ലീഷിലെ. ആ റൂട്ട് വേർഡ് ഇപ്പം മിസ് എന്ന് പറഞ്ഞാൽ മിസ് എന്ന് പറഞ്ഞാൽ ഹേറ്റഡ് ആണ്. നമുക്കറിയാം. ഗാമോ എന്ന് പറഞ്ഞാൽ എന്താ? മാരേജുമായി ബന്ധപ്പെട്ട വേർഡാണ്. മെസോഗമിസ്റ്റ്, മോണോഗമി, ബിഗമി എന്നൊക്കെ പറയുന്ന വേർഡുകൾ ഗാമോ റൂട്ട് വേർഡ് അല്ലേ. ഗൈന് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ്രോ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതാണ്. എന്നൊക്കെയുള്ള റൂട്ട് വേർഡുകൾ വെച്ചിട്ടുള്ള പഠനം വൊക്കാബുലറിയിൽ ആവശ്യമാണ്. അതൊന്ന് കവർ ചെയ്യുന്നു. അടുത്ത ഞാൻ പറഞ്ഞ 21 മുതൽ 30 വരെയുള്ള ഡേയിൽ ഏതെങ്കിലും ഒരു ദിവസം പഠിക്കാനുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ 1-2 ദിവസം പഠിക്കാനുള്ളതേ ഉള്ളൂ ആ ടോപ്പിക് കേട്ടോ. പിന്നെ ആന്റണിംസിൻ്റെ, സ്പെല്ലിങ്സിൻ്റെയും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ എടുക്കുക. റൂട്ട് വേർഡിൻ്റെ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടാവില്ല. സ്പെല്ലിങ്ങുകളും ആന്റണിംസും എന്ത് ചെയ്യുക? നിങ്ങൾ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് അന്ന് എടുക്കുക. തീർത്തതിൻ്റെ ശേഷം ഓരോ ദിവസവും ടെസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. വീണ്ടും വായന കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഡേ 31 to 40 വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഇനി ഏതാണ്? ഉറപ്പായിട്ട് പഠിച്ചാൽ മാർക്ക് ഷുവർ, 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആക്റ്റീവ് പാസീവ് Tier 1.
1 to 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് 2 ചോദ്യം അവിടെ ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ 2 ചോദ്യം 4 മാർക്കാണ് കിട്ടുന്നത്, ഉറപ്പിക്കാൻ വരുന്ന മാർക്കാണ്. ബാക്കി നമുക്ക് വൊക്കാബുലറി ചില വേർഡുകൾ ചോദിക്കൂല എന്ന് പറയാം, പക്ഷെ ഇതങ്ങനെയല്ല, 100% ഉറപ്പുള്ളതാണ്. കഴിഞ്ഞ തവണയ്ക്കാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, ബേസിക് കൺസെപ്ഷനിൽ നിന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബേസ് സ്ട്രോങ് ആണോ, ബേസിക്സ് അറിയുമെന്ന് മാത്രമേ ഇവിടെ നോക്കുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ശരി, അപ്പോൾ അടുത്തത് നമുക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഇത് നമുക്ക് പ്രിലിംസ് അല്ലെങ്കിൽ ടിയർ 1 കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല കഴിഞ്ഞ 2 വർഷങ്ങളിലും. അതിന് മുന്നത്തെ വർഷമാണ് ഒന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ഓരോ ടിയറിലും. ഓക്കെ, ഓരോ ഷിഫ്റ്റിലും അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ആക്റ്റീവ് പാസീവും ഇൻഡയറക്റ്റ് ഡയറക്റ്റും കവർ ചെയ്യുക എന്തായാലും, കാരണം ഫൗണ്ടേഷൻ ടിയർ 2 ഫൗണ്ടേഷൻ കൂടിയാണല്ലോ. ആൻഡ് ഇവരുടെ മോക്ക് ടെസ്റ്റുകളും PYQസും മാക്സിമം ആപ്പ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കുക. നിർബന്ധമാണ്. എന്ത് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നോക്കണം, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് SSCക്ക് ആവശ്യം എന്നുള്ളത് PYQ നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ മോക്ക് ടെസ്റ്റുകളും എടുക്കുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് ഇരിക്കാതെ എക്സാം ഹാളിൽ എങ്ങനെയാണോ ഇരിക്കാൻ പോകുന്നത് അതേ ഒരു ബോധത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ കട്ടിലിൽ കിടന്നുകൊണ്ടോ കസേരയിൽ ചാരി ഇരുന്നുകൊണ്ടും സുഖിച്ചുകൊണ്ടും എക്സാം എടുക്കാതിരിക്കുക. എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള എക്സാമിൻ്റെ ഒരു എൻവയൺമെൻറ്റ് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ട് അങ്ങനെ വേണം എക്സാം എടുക്കാനായിട്ട്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുഖങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ എക്സാം ഹാളിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വൊക്കാബുലറിയിൽ ഫ്രേസൽ വേർബുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബുകൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ കവർ ചെയ്യുക 31 to 40. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു കോംപ്രിഹെൻഷൻ, പുതിയൊരു ടോപ്പിക് കൂടെ 31 to 40 ഡേയ്സിൽ അല്ലേ, 31st day to 40th day ഞാൻ അഡീഷണലി വേറെ ഒരു ടോപ്പിക് കൂടെ കൂട്ടിയിട്ടുണ്ട്. അതായത് കോംപ്രിഹെൻഷനിൽ നിന്ന് ക്ലോസ് ടെസ്റ്റും പാരാജമ്പിൾസുമാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തരുന്നു, ആ പാസേജിലെ കുറേ വേർഡുകൾ എടുത്തു കളയുന്നു, ആ വേർഡുകൾ നിങ്ങൾ അവിടെ താഴത്തെ ഓപ്ഷനുകളിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടത് ഫില്ല് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ 21 മുതൽ 25 വരെ ടിയർ 1 21 മുതൽ 25 വരെ ചോദ്യങ്ങൾ ക്ലോസ് ടെസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ഒരു ചോദ്യം എപ്പോഴും ടൈറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. എല്ലാ കൊല്ലവും അങ്ങനെയാണ് ഒരു പാറ്റേൺ കാണാറ്. 4 എളുപ്പവും 1 അതിൻ്റെ അത് ടൈറ്റും ആയിരിക്കും. ടൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ളത്. ഒരു രക്ഷയുമില്ല, കിട്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ ലീവ്. അതായത് 2 ഉത്തരം വരാം, ആംബിഗ്യൂറ്റി സൃഷ്ടിക്കുന്നുണ്ട്, കൺഫ്യൂസിങ് ആണെങ്കിൽ, ഭയങ്കര പ്രശ്നമാണെങ്കിൽ ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഒരു മടിയും കാണിക്കണ്ട. കാരണം ചാടിക്കേറി കുത്തിയിട്ട് നെഗറ്റീവ് അടിക്കുന്നതിലും ഭേദം പ്രിപ്പയർ ചെയ്ത ഒരാൾ നെഗറ്റീവ് അടിക്കാതിരിക്കുന്നതാണ്, കുത്താത്തതാണ്. മനസ്സിലായല്ലോ? അത് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. അറ്റംപ്റ്റ് ചെയ്യുന്ന മനസ്സ് പറയും ചെയ്യരുത് അങ്ങനെ വരുന്ന സമയത്ത് കേട്ടോ. ഓക്കെ, ട്രാപ്പായിരിക്കാം ചിലപ്പോൾ അത്. അപ്പോൾ ആ ട്രാപ്പിൽ നമ്മൾ വീണ് പോകാതിരിക്കാം. പഠിച്ചൊരാൾ വെറുതെ കറക്കി കുത്തരുത് കേട്ടോ, ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ഇനി പാരാജമ്പിൾസ് എന്ന് പറയുന്നതും, പാരാജമ്പിൾസിൻ്റെത് നിങ്ങൾ ഈസി ടു മോഡറേറ്റും ചെയ്യണം, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക ഒരുപോലെ തന്നെ കേട്ടോ. ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് പാരാജമ്പിൾസ് നമുക്ക് കിട്ടും ആപ്പുകളിൽ, അത് വെച്ചിട്ടും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, സെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ 36 to 40 36th to 40th day നിങ്ങൾ ചെയ്യേണ്ടത് പാരാജമ്പിൾസ് 100 എണ്ണം ചെയ്യണം. മിനിമം ആണ് ഞാൻ ഈ എഴുതിയ നമ്പേഴ്സ് കേട്ടോ, 100 എണ്ണം മിനിമം പാരാജമ്പിൾസ്. പിന്നെ ക്ലോസ് ടെസ്റ്റ് ആണെങ്കിൽ 50 എണ്ണം മതി. ഓക്കെ, 50 ക്ലോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ സെറ്റ് ആവും. കുറേ വേർഡുകൾ, ഒരു ക്ലോസ് ടെസ്റ്റിൽ 5 വേർഡ് ഫില്ല് ചെയ്യണം. അപ്പോൾ 5 25 250 വേർഡുകൾ അല്ലെങ്കിൽ 250 തവണ നമ്മൾ വേർഡുകൾ ഫില്ല് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അത് മതിയാവും അത്യാവശ്യം കേട്ടോ. അതിൽ കൂടാനേ പാടുള്ളൂ, കുറഞ്ഞു പോകരുത് ഈ നമ്പേഴ്സ്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 41 to 50 day. എന്താ ചെയ്യേണ്ടത്? ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുതുതായിട്ട് കാര്യമായിട്ടൊന്നും പഠിക്കാൻ പോകാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കുന്നുണ്ടോ? അതായത് 41 മുതൽ 50 ദിവസം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെകഞ്ഞെടുത്ത് പഠിക്കാതിരിക്കുക. കാരണം എന്താ അറിയോ, നമുക്ക് അവിടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന എലമെൻ്റ് അത്. പുതിയൊരു ടോപ്പിക്, അയ്യോ ഞാൻ ഇന്ന് വരെ ഇത് നോക്കിയിട്ടില്ലേ എന്നുള്ളൊരവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, അവിടെ സെക്ഷണൽ ടെസ്റ്റ്, ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ എന്തെടുത്തിട്ടില്ല, സെക്ഷണൽ ടെസ്റ്റ് എടുത്തിട്ടില്ല. സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ 25 ചോദ്യങ്ങൾ മാത്രമുള്ള ടെസ്റ്റ്. ഇംഗ്ലീഷിൻ്റെ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുള്ള 25 ക്വസ്റ്റ്യൻസിൻ്റെ ടെസ്റ്റാണ് സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ടെസ്റ്റ് എടുക്കുക. ഓക്കെ, ആൻഡ് അതിൻ്റെ അനാലിസിസ് നടത്തുക. 50 എണ്ണം 10 ദിവസങ്ങളിലായിട്ട്. ഓക്കെ, 50 എണ്ണം 10 ദിവസങ്ങളിലായിട്ട്. ഇനി ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ മോക്ക് ടെസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു 40 എണ്ണം മിനിമം നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം ഈ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക്.
40 ശരിക്കും പറയാം ഒരു 100 മോക്ക് ടെസ്റ്റ് നമ്മൾ CGL എക്സാംസിന്റെ മുന്നിൽ പോകുമ്പോൾ എടുക്കണം എന്നാണ് പറയുക, 100ഓളം മോക്ക് ടെസ്റ്റുകൾ. പക്ഷെ ലാസ്റ്റ് 10 ദിവസം കൊണ്ട് ഇത്ര എടുത്താൽ നിങ്ങൾക്ക് അത് ഹെക്ടിക് ആയിട്ട് തോന്നും, പരീക്ഷയുടെ അന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം 40 ടെസ്റ്റ് നമ്മൾ എന്തായാലും മിനിമം മുന്നിൽ കാണണം, 40 ടെസ്റ്റുകൾ. അതിൻ്റെ കൃത്യമായിട്ടുള്ള എനാലിസിസും നമ്മൾ നടത്തിയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. വെറുതെ ടെസ്റ്റ് കഴിഞ്ഞ് നെഗ് അടിച്ചിട്ട് പോവുകയല്ല, അതിൽ എത്രത്തോളം പെർഫോം ചെയ്തു, എവിടെയൊക്കെയാണ് തെറ്റിപ്പോയത് എന്നുള്ളതിന് കാര്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക കൂടെ വേണം. ആൻഡ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല, റിവിഷൻ എടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പഠിച്ചത് എന്താണോ, നിങ്ങൾ എന്തൊക്കെയായിരുന്നോ കൺസെപ്റ്റുകൾ പഠിച്ചത്, അതിലൂടെ ഒന്ന് ഓടി എന്ത് ചെയ്യുക, ഒരു ക്വിക്ക് റിവിഷൻ നടത്താം ഈ 10 ദിവസം നിങ്ങൾക്ക്. അല്ലാതെ എന്ത് ചെയ്യരുത്, പുതിയ പുതിയ കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് പഠിക്കാൻ നോക്കരുത്. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഒക്കെ ഇനീഷ്യലി തന്നെ എന്ത് ചെയ്യണം, അതൊക്കെ കവർ ചെയ്ത് പോകണം. അവസാനത്തേക്ക് വീക്ക് ഏരിയാസ് കവർ ചെയ്യാൻ നിൽക്കരുത് ഒരിക്കലും കേട്ടോ. പുതിയതായിട്ട് ഇന്ന് വരെ പഠിക്കാത്ത തൊടാത്ത ഒരു ടോപ്പിക്ക് പോയിട്ട് ലാസ്റ്റ് ദിവസങ്ങളിൽ പോയി തൊടാതിരിക്കുക. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പ്ലാന് പ്രകാരം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ ഒരു പ്ലാന് പ്രകാരം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 25-ൽ 25 അല്ലെങ്കിൽ 50-ൽ 50 മാർക്ക്, 25-ൽ 25 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 50-ൽ 50 മാർക്ക് എന്നുള്ള രീതിയിൽ ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഗിനേഴ്സിനും ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇനി അഡ്വാൻസ് ലെവലുകാരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ അഡ്വാൻസ് ലെവലുകാരെ നിങ്ങൾക്ക് എപ്പോഴും പോകുന്നത് 2 കാര്യങ്ങളായിരിക്കും. ഒന്ന് വൊക്കാബുലറിയും, മറ്റൊന്ന് നമ്മുടെ കോംപ്രിഹെൻഷനിൽ ഒരു ക്ലോസ് ടെസ്റ്റിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 2 ക്ലോസ് ടെസ്റ്റിൻ്റെ ചോദ്യം, പിന്നെ ഒന്ന് പാരാജമ്പിൾസ്. ഈ വക കാര്യങ്ങളായിരിക്കും. അപ്പം നിങ്ങൾ ഈ 50 ദിവസം ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്യേണ്ടത്, മറ്റ് ഏരിയാസ് നോക്കരുതെന്ന് ഞാൻ പറയില്ല, തീരെ ശ്രദ്ധയില്ലാതെ വിടരുത്. ഇടയ്ക്കൊന്ന് ചെയ്തു നോക്കുകയും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, നമ്മൾ ക്ലോസ് ടെസ്റ്റുകളും പാരാജമ്പിൾസും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. വൊക്കാബുലറിയും അഡീഷണലി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് വായന തന്നെയായിരിക്കും അവിടെ ഉപകാരപ്പെടാൻ പോകുന്നത്. ആ ഒരു 50 ദിവസം വായിക്കുക, വൊക്കാബുലറി പഠിക്കുക, വായന വേണം, നിർബന്ധമായിട്ട് വായന വേണം. എഗെയിൻ ഞാൻ പറയുകയാണ്, ആൻഡ് വൊക്കാബുലറി അഡീഷണലി പഠിക്കുക. നിങ്ങൾ ഗ്രാമർ ഓൾറെഡി ബേസ് ഉള്ള ആൾക്കാരായിരിക്കും ഈ അഡ്വാൻസ് ലെവലുകാർ. അതുകൊണ്ടാണ് ഗ്രാമറിൻ്റെ കാര്യത്തിൽ ഞാൻ എംഫസൈസ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ വൊക്കാബുലറി പഠനം ഗംഭീരമാക്കുക. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇഡിയംസ് ഒക്കെ മാക്സിമം നമ്പർ നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. പിന്നെ പാരാജമ്പിൾസും ക്ലോസ് ടെസ്റ്റും നിങ്ങൾ നോക്കേണ്ട ഏരിയാസ്. അഡ്വാൻസുകാരോടാണ് ഞാൻ പറയുന്നത്. ഒരു 140 മാർക്സ് ഒക്കെ അടിച്ച് നിൽക്കുന്ന ആൾക്കാർ, എന്നാൽ 150 എത്തുന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിലാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയുമാണ്: ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾസ്, അതുപോലെ തന്നെ ആ ടോപ്പിക്സ് കേട്ടോ. അതാ അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാനിവിടെ എഴുതുന്നു. അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാർക്ക് ക്ലോസ് ടെസ്റ്റ് കേട്ടോ, ക്ലോസ് ടെസ്റ്റ്, പിന്നെ പാരാജമ്പിൾസ് ആൻഡ് വൊക്കാബ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാനതവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന് പ്രകാരമാണ് നമ്മൾ പോകേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഈ 50 ദിവസം ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെ. ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈമെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒട്ടും ഫോൺ എടുത്ത് നോക്കരുത് എന്നല്ല, ഫോൺ എടുത്ത് നോക്കണം, ആവശ്യമുള്ള മെസ്സേജസ് നോക്കാതിരിക്കുകയല്ല വേണ്ടത്. അതിനൊന്ന് ഒരു ടൈം സെറ്റ് ചെയ്യുക. ഞാൻ ഇത്രയും ടോപ്പിക് ഇന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രമേ ഫോൺ തൊട്ട് നോക്കുള്ളൂ എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രയോറിറ്റൈസ് വീക്ക് ഏരിയാസ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അവിടെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഗ്രാമർ നന്നായിട്ട് അറിയുന്ന ആളാണ്, ഗ്രാമർ വിട്ടേ, ഗ്രാമറിൻ്റെ ഭാഗത്തേക്ക് നോക്കണ്ട. ബാക്കി ടൈം വൊക്കാബുലറിയിലും കോംപ്രിഹെൻഷനിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്ക്. ഇനി വൊക്കാബുലറി സെറ്റാണ്, എല്ലാം അറിയാം, ഗ്രാമർ അറിയില്ലെങ്കിൽ തിരിച്ച് ഗ്രാമറിലേക്കും വരണം. അപ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക കേട്ടോ. ഡിസ്ട്രാക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യുക. നമ്മളെ എന്താണോ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അവോയ്ഡ് ചെയ്യുക. മറ്റ് ഫങ്ഷൻസ്, കല്യാണം, സോഷ്യൽ ഗ്യാതറിങ്സിനൊക്കെ തൽക്കാലം ഒന്ന് ഒരു പോസ് ചെയ്ത് വെക്കുക. ഒന്ന് ടാറ്റ ബൈ ബൈ പറയാനല്ല, നിങ്ങൾക്ക് ചെയ്യാം. ഓഗസ്റ്റ് 13 മുതൽ 30 വരെയുള്ള ഡേറ്റ്സ് കഴിഞ്ഞിട്ട്, കാരണം എക്സാം നടക്കാൻ പോകുന്ന ഈ ഡേറ്റ്സിലാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് റിലാക്സ്ഡ് ആയിക്കോളൂ. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ടൈമാണ് കേട്ടോ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ കല്യാണം, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളും അനാലിസിസും ഞാൻ ഓൾറെഡി പറഞ്ഞു. മോക്ക് ഈസ് ദ കീ. സത്യം പറഞ്ഞാൽ മോക്ക് ടെസ്റ്റുകളാണ് കീ. ഇനി PYQ എടുത്താലേ നിങ്ങൾക്ക് ഇന്ന് വരെ എങ്ങനെ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം മോക്കും PYQസിലും കാര്യമായിട്ടുള്ള
ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. ഇനി നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് എടുത്ത സ്കോറുകളൊന്നും ഉറ്റ സുഹൃത്തിനോട് വിളിച്ചാൽ നിനക്കെത്ര മാർക്കുണ്ട്, എനിക്ക് 149 കയറുന്നില്ലടാ എന്നൊക്കെ പറയും മറ്റവൻ. ചിലപ്പോൾ അവന് 110 ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അവനൊരു ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് 149 എന്നൊക്കെ പറയും. അപ്പം നമ്മളെന്താവും, ഈ 145 140 കിടക്കുന്ന നമ്മളെന്താവും, ഒന്നുകൂടെ ലോ ആവും. ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാൻ പോകരുത് വേറൊരാളുമായിട്ട്. അതാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ പഠിക്കുക, റിസൾട്ടിനെ കുറിച്ച് ഒരു വേവലാതികളും വേണ്ട, അല്ലെങ്കിൽ ഒരാവലാതികളും വേണ്ട. റിസൾട്ട് വന്നോളൂ. നമ്മൾ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടിക്കോളും എന്ന് വിചാരിക്കാം. സ്റ്റേ കൺസിസ്റ്റൻറ്റ്, മടി കാണിക്കാതിരിക്കുക, അതിനിടയ്ക്ക് ലേസി ആയിട്ട് പോകാതിരിക്കുക. ഒരു ദിവസത്തെ പ്ലാൻ പാളിയാൽ ചീട്ട് കൊട്ടാരം തകരുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തകരും ബാക്കിയുള്ളതും കൂടി എന്ന് മനസ്സിലാക്കുക. അതുപോലെ എന്ത് ചെയ്യും, എല്ലാം പോകും. അപ്പോൾ എന്ത് ചെയ്യരുത്, ഒന്ന് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പാടില്ല. സാറ് പറഞ്ഞത് ഒരു ദിവസത്തത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാമെന്ന് വിചാരിച്ച് നിൽക്കരുത്. അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം, അടുത്ത ദിവസം മാറ്റാനുള്ള ടെൻഡൻസി വരും, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വീണ്ടും വരും. ഒരിക്കലും ചെയ്യരുതേ. സീക്ക് ഹെൽപ്പ് വെൻ നീഡഡ്. നമ്മൾ വല്ലാണ്ട് നമ്മളെ പ്രഷറിലാക്കരുത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പരീക്ഷയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് മതി, ഭയമല്ല ജാഗ്രതയാവേണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ചെറിയൊരു പേടി ഉണ്ടായാൽ മതി. പക്ഷെ പേടി കൂടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവരുത്. ഇപ്പം പലപ്പോഴും പറയാറില്ല, സാർ വേർഡുകളൊക്കെ അറിയാം പക്ഷെ ചെയ്യുമ്പോൾ പറ്റുന്നില്ല. മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് കൂടെ മോക്ക് ടെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യം ആയിട്ട് വരുന്നത് അവിടെയാണ്. കാരണം കൃത്രിമമായിട്ടുള്ള പരീക്ഷയുടെ എൻവയൺമെൻറ്റ് നിങ്ങൾ സൃഷ്ടിക്കണം, വീട്ടിലായാലും എവിടെയാണെങ്കിലും ശരി. അങ്ങനെ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്താവും, ഫോണിൽ എടുക്കരുത് മോക്ക് ടെസ്റ്റ്. മറ്റൊരു കാര്യം, ലാപ്പ് യൂസ് ചെയ്തുകൊണ്ടോ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടോ എന്ത് ചെയ്യുക, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. യൂസ് ചെയ്യാം മൗസ് കേട്ടോ. ലാപ്പിലെ മൗസ് സീനായിരിക്കും, ആ ഒരു കീപാഡിൽ തന്നെയുള്ള ആ ഒരു സാധനം സീനായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു മൗസ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുക, അത്ര വിലയൊന്നുമില്ല. അതൊക്കെ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കാനായിട്ട്. ടൈം സെറ്റ് ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് പോസ് ചെയ്ത് പോകരുത്. പരീക്ഷയ്ക്ക് റിയൽ എക്സാമിന് പോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒറ്റ സ്ട്രെച്ചിൽ വേണം പരീക്ഷ തീർക്കാനായിട്ട്. വേറെ ഒരു കാര്യവും മടി കൂടാതെ ചെയ്തേക്കും വേണം. ഓക്കെ, വേറെ മടി പിടിച്ചിരിക്കാതെ നോക്കുക. ഓക്കെ, സ്റ്റേ കാം ആൻഡ് ഫോക്കസ്ഡ്. ആ ഒരു എക്സാം കഴിയുന്നത് വരെ തന്നെ എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആയിരിക്കുക, ഡിറ്റർമിൻഡ് ആയിരിക്കുക, പിന്നെ കാമായിട്ടിരിക്കുക. ഭയങ്കര പാനിക്കായിട്ട് അല്ലെങ്കിൽ അയ്യോ ആ കളി വേണ്ട നമുക്ക് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. റിസൾട്ടിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നിങ്ങളെ തേടി വന്നിരിക്കും, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ്, കൃത്യമായിട്ടുള്ള ഉറക്കം, നല്ല ഭക്ഷണ രീതി എന്നുള്ളത് വലിയ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ചെറുതായിട്ട് മെഡിറ്റേറ്റ് ചെയ്താലൊക്കെ നല്ലതാണ്. കോൺസെൻട്രേഷൻ കൂടാനാണ് ഞാൻ മെഡിറ്റേഷനൊക്കെ പറഞ്ഞു തരുന്നത്. ഇതിന് ഏതെങ്കിലും ഒരു മതമായിട്ടോ റിലിജനായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം വേറെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആക്യുറസി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലെവലൊക്കെ കൂടാൻ യോഗ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കൂടുതൽ എന്താണ്, വെജിറ്റബിൾ, നോൺ വെജ് എന്ന് ഞാൻ പറയില്ല, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. എന്തായാലും ജങ്ക് ഫുഡ് ഈ ഒരു 50 ദിവസം വേണ്ട നമുക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ, ഷവർമയാണെങ്കിൽ കഴിക്കൂ. അത് കഴിഞ്ഞിട്ട് തൽക്കാലത്തേക്കൊന്ന് നമ്മളൊന്ന് ചവിട്ടി വെച്ചേക്കാം. നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. 8 to 12 മണിക്കൂർ പഠിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ മാത്രം ഉറങ്ങാതിരിക്കുക കേട്ടോ. 4 മണിക്കൂറല്ല, 6 to 8 hours തന്നെ ഉറക്കം കിട്ടിയിരിക്കണം. എന്നാലേ നമ്മുടെ മൈൻഡ് കാര്യമായിട്ട് പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ ഭയങ്കര സീനായിരിക്കും. ആൻഡ് പരീക്ഷയുടെ ഒരു ദിവസം മുന്നേ കാര്യങ്ങളൊക്കെ തീർത്തിരിക്കണം. ലാസ്റ്റ് ദിവസവും ലാസ്റ്റ് പരീക്ഷയുടെ മുന്നേയും പഠിക്കാൻ പോകാതിരിക്കുക, നിർബന്ധമായിട്ട് കേട്ടോളാം. ഒരു ദിവസം ബ്രേക്ക് കൊടുത്തേക്കണം, ലാസ്റ്റ് ഒരു ദിവസം. അതുവരെ നിങ്ങൾ വർക്ക് ചെയ്തോളൂ. ഒരു ദിവസം ബ്രേക്ക് കൊടുക്കണം, ആവശ്യമുള്ളതാണ്. എന്നാലേ നമുക്ക് നല്ല ഉഷാറോടുകൂടി പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റും ടെൻഷനായി പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ എവറി ഡേ കൗണ്ട്സ്, എവറി hour matters. Make the most of these 50 days and achieve your goal. അല്ലേ? ഇനിയുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും നിർണായകമാണ്. എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് അല്ലേ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരോടൊപ്പം തന്നെ നമ്മൾ പിടിക്കണമെങ്കിൽ നമ്മളും അതേ രീതിയിൽ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ ഓരോ കൊല്ലവും നിങ്ങൾക്കറിയാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 150 above നമ്മൾ കട്ട് ഓഫ് മാർക്സും കാണണം മനസ്സിൽ. കഴിഞ്ഞ തവണയൊക്കെ 152 അല്ലെങ്കിൽ 153 എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നത്. അപ്പോൾ 150 above തന്നെയാണ് ഇത്തവണയും കട്ട് ഓഫ് വരാൻ പോകുന്നത് മനസ്സിൽ കാണണം. അത് വെച്ചിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതി, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കിത് ഓക്കെ അല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കണം. സോ അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിലൂടെ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഇംഗ്ലീഷിൽ 25-ൽ
25 ചോദ്യങ്ങളും അതായത് 50-ൽ 50 മാർക്സും കിട്ടാൻ സഹായിക്കട്ടെ, ഈ ഒരു പ്ലാന് പ്രകാരം കിട്ടട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള വിജയാശംസകൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിട്ട് പരീക്ഷ എഴുതിയിട്ട് വരൂ. നമുക്ക് ഒരുമിച്ച് അടിപൊളിയാക്കാം. എക്സാം കഴിഞ്ഞിട്ട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു, ഉപകാരപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടി പറയാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കീപ് ലേണിംഗ്. ഹാപ്പി ലേണിംഗ്. ബൈ.